കാര്യവട്ടം 2020-ൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ന്യൂസിലൻഡിനെ 46 റൺസിന് തോൽപ്പിച്ചു. അനിൽ വാസ്തേവ് നമ്മോടൊപ്പം ചേർന്നു. ഒപ്പം അസറുമുണ്ട്. ആദ്യം അനിൽ വാസ്തേവിലേക്ക്. അനിൽ, റൺമഴ ഒഴുകിയ ഒരു കളിയായിരുന്നു. ഇന്ത്യ മികച്ച രീതിയിൽ തന്നെ ബാറ്റിംഗ്, ബോളിംഗ് എല്ലാ നിലയിലും തിളങ്ങി. സഞ്ജു അല്പം നിരാശപ്പെടുത്തിയെങ്കിലും ആകെ മൊത്തം കളിയെ എങ്ങനെ വിലയിരുത്താം അനിൽ? കാര്യവട്ടത്തെ കാര്യക്കാരായി ഇന്ത്യ ആദ്യം ബാറ്റ് കൊണ്ട് പിന്നീട് പന്ത് കൊണ്ട് അങ്ങനെ ഫീൽഡിലും മികച്ച പ്രകടനങ്ങൾ ഇന്ത്യ അങ്ങനെ പരമ്പര 4-1 സ്വന്തമാക്കിയിരിക്കുന്നു. കാര്യവട്ടത്തെ അവസാനത്തെ മത്സരത്തിൽ 5ാം T20-ൽ 46 റൺസിനാണ് ഇന്ത്യൻ ജയം. മികച്ച ബാറ്റിംഗ് അതുതന്നെയാണ് ഇന്ത്യക്ക് മികച്ചൊരു വിജയം സമ്മാനിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് 271 റൺസ് നേടിയത്. അഭിഷേക് ശർമ്മ അത്യുജ്വലമായി തുടങ്ങി. പക്ഷേ നമ്മുടെ മലയാളി താരം അല്ലെങ്കിൽ നമ്മൾ ഏറെ കാത്തിരുന്ന സഞ്ജുവിന്റെ ഒരു മികച്ച പ്രകടനം കാണാൻ സാധിച്ചില്ല. സഞ്ജു ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി 6 റൺസിന് പുറത്തായെങ്കിലും പിന്നാലെ എത്തിയ ഇഷാൻ കിഷന്റെ വെടിക്കെട്ട് സെഞ്ചുറി 43 പന്തിൽ 103 റൺസ്, 10 സിക്സറും 6 ഫോറും ഉൾപ്പെടുന്ന ഒരു തകർപ്പൻ ഇന്നിംഗ്സിലൂടെ ഇഷാൻ കിഷൻ കളി പിടിക്കുന്ന കാഴ്ച കണ്ടു. ഒരുപക്ഷെ ഇഷാൻ കിഷന്റെ ഈ ഇന്നിംഗ്സ് ടീമിലെ സഹതാരമായ സഞ്ജുവിന് തന്നെയാണ് വലിയ ഭീഷണിയായിരിക്കുന്നത്. ഇനി ഇഷാൻ കിഷനെ എങ്ങനെ പുറത്തിരുത്തും, ഇല്ലെങ്കിൽ എന്ത് പറഞ്ഞ് പുറത്തിരുത്തും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി മാറും. ഒരുപക്ഷെ സഞ്ജുവിന്റെ അവസരം സഞ്ജുവിന്റെ നാട്ടിൽ വെച്ച് ഇഷാൻ കിഷൻ നേടിയെടുക്കുന്ന കാഴ്ച കൂടിയാണ് കണ്ടത്. ഒപ്പം തന്നെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പരമ്പരയിലെ 3ാം അർദ്ധ സെഞ്ചുറി നേടിയ സൂര്യയുടെ തകർപ്പൻ ഇന്നിംഗ്സ് 63 റൺസ്. ഒടുവിൽ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ഗംഭീര ഫിനിഷിംഗ് കൂടിയായപ്പോൾ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 271 റൺസ് എന്ന ഗംഭീര സ്കോറാണ് നേടിയത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ന്യൂസിലാൻഡ് ആകട്ടെ അവർ ഏറ്റവും മികച്ച തുടക്കം തന്നെയാണ് കിട്ടിയത്. പ്രത്യേകിച്ച് ഫിന്നലിനും രജിൻ രവീന്ദ്രയും ഒക്കെ തന്നെ വലിയ പ്രകടനം കാഴ്ചവെച്ചെങ്കിൽ നമുക്കിപ്പോ ചില പ്രതികരണങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഫിന്നലിനും രജിൻ രവീന്ദ്രയും ഒക്കെ തന്നെ വലിയ പ്രകടനം കാഴ്ചവെച്ചെങ്കിൽ നമുക്കിപ്പോൾ ചില പ്രതികരണങ്ങളിലേക്ക് രാജീവ് ശുക്ല BCCI വൈസ് പ്രസിഡന്റ് ചേർന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി ശ്രമിക്കുകയാണ്. ഹായ് സർ, ദിസ് ഇസ് എ ഗ്രേറ്റ് മാച്ച് ഫോർ ഇന്ത്യ ആൻഡ് ഫൈനലി വി ഗോട്ട് എ 4-1 victory. Yeah, we have won the series. That's a good thing. And we won the Trivandrum match also with a huge margin. Okay. Which is very significant before the World Cup. We are going to World Cup with a tremendous series fix. Yeah, our players are really doing well. And I hope that we will win the World Cup. Now Ishan Kishan gives headache to the selectors. No, Ishan Kishan, he played very well in this series. So whenever he has got an opportunity, he demonstrated his skills. So how do you see the organization? BCCI വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ലയാണ് ഇപ്പോൾ 24-നൊപ്പം സംസാരിച്ചത്. ലോകകപ്പിലേക്ക് ഇന്ത്യ ഏറ്റവും വലിയൊരു വിജയത്തോടുകൂടി, നല്ലൊരു വിജയത്തോടുകൂടി തന്നെ ലോകകപ്പിനെ സമീപിക്കുന്നു. ഇഷാൻ കിഷന്റെ വിജയവും അല്ലെങ്കിൽ ഗംഭീര പ്രകടനത്തെയും അദ്ദേഹം പുകഴ്ത്തുന്ന കാഴ്ചയും കണ്ടു. അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു മികച്ച പരമ്പര വിജയം. ലോകകപ്പിന് തൊട്ടു മുമ്പ് സമീപകാലത്തെ 2020-ൽ ഇന്ത്യ വലിയ ആധിപത്യം പുലർത്തുന്നു. നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് ഇന്ത്യ. ആ പ്രകടനം ഓരോ പരമ്പരകളിലും കൂടുതൽ മികവുറ്റ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നു. സ്വന്തം നാട്ടിൽ നടക്കുന്ന ലോകകപ്പിന് ഇറങ്ങും മുമ്പ് 4-1 പ്രത്യേകിച്ച് ന്യൂസിലാൻഡിനെ പോലൊരു മികച്ച ടീമിനെതിരായ വിജയം ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസം നൽകും. പ്രത്യേകിച്ച് നമുക്ക് ഏക നിരാശയുണ്ടായിരുന്നത് സഞ്ജു സാംസന്റെ കാര്യത്തിൽ മാത്രമാണ്. പക്ഷേ സഞ്ജു ഇനി വരാനിരിക്കുന്ന വാമപ്പ് മാച്ചുകളിലെങ്കിലും തിളങ്ങി ടീമിലെ സ്ഥാനം നിലനിർത്താൻ പറ്റുമെന്ന് നമുക്ക് കരുതാം. പക്ഷേ ഇന്ത്യയുടെ ബാറ്റിംഗ്, ബൌളിംഗ് യൂണിറ്റുകളെല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ച പ്രകടനം. അതിൽ ബൌളിംഗ് നിരയിലേക്ക് വന്നാൽ അർഷ്ദീപിന്റെ പ്രകടനത്തെ എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ആദ്യ 2 ഓവറുകളിൽ വലിയ രീതിയിൽ തല്ലുവാങ്ങി കൂട്ടിയെങ്കിൽ പോലും പിന്നീട് അദ്ദേഹത്തിന്റെ ഗ്രേറ്റ് കംബാക്ക്, അതിലൂടെ ഒരു 5 വിക്കറ്റ് പ്രകടനത്തോടുകൂടി അർഷ്ദീപ് കളി പിടിക്കുന്നു. ഒപ്പം തന്നെ ന്യൂസിലാൻഡ് നിരയിൽ ടോപ്പ് സ്കോററായ ഫിന്നലനെ അടക്കം പുറത്താക്കിയ അക്സർ പട്ടേലിന്റെ നിർണായക ഘട്ടങ്ങളിലെ വിക്കറ്റ് വീഴ്ത്തുന്ന ആ പ്രകടനം, 3 വിക്കറ്റ് എടുത്ത അക്സർ പട്ടേൽ. അങ്ങനെ ഇന്ത്യൻ ബൌളിംഗ് നിരയും കട്ടയ്ക്ക് നിന്നതോടുകൂടി കാര്യവട്ടത്ത് ഇന്ത്യ 46 റൺസിന്റെ ഒരു തകർപ്പൻ ജയം സ്വന്തമാക്കി. ഒരുപക്ഷെ അവസാന ഓവറുകളിൽ ഇന്ത്യ ചില പരീക്ഷണത്തിന് മുതിരുന്നായിരുന്നു, അതായത് റിങ്കു സിംഗ് അടക്കമുള്ളവർക്ക് പന്ത് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 50-ന് മുകളിലുള്ള ഒരു റൺസിന്റെ ജയം കൂടി ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിക്കുമായിരുന്നു. എന്തായാലും ഇന്ത്യ സന്തോഷത്തോടുകൂടി കാര്യവട്ടത്ത് നിന്ന് മടങ്ങുകയാണ്. 4-1 ഒരു തകർപ്പൻ പരമ്പര ജയമാണ് ഇന്ത്യക്ക് നേടാൻ സാധിച്ചത്. എന്തായാലും ലോകകപ്പിന് ഒരുങ്ങുന്ന ഇന്ത്യൻ ടീമിന് വലിയ സന്തോഷം, വലിയ ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ 4-1 തകർപ്പൻ സീരീസ് വിജയം നേടുന്നു. അതും കാര്യവട്ടത്തെ മത്സരത്തിൽ മികച്ച റൺ റേറ്റിൽ തന്നെ ഇന്ത്യ വിജയം കരസ്ഥമാക്കുന്നു. സഞ്ജു നിരാശപ്പെടുത്തിയെങ്കിലും ടീം ബോളിംഗിലും ബാറ്റിംഗിലും മികവ് കാണിച്ചു, മികച്ച രീതിയിൽ കളിച്ചു. അനിൽ വാസ്തേവാണ് തിരുവനന്തപുരം കാര്യവട്ടത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളൊക്കെ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.